ഹലോ ഗഡികളെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യക്കാർക്ക്, നോർത്ത് ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡാൾ മക്കാനിയാണ്. അപ്പോൾ ഈ ഡാൾ മക്കാനി ഉണ്ടാക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് ശരിക്കും ഉഴുന്നുപരിപ്പ് തോടുള്ളതാണ്. നമ്മൾക്ക് അത് കിട്ടാൻ ഇവിടെ സാധ്യതയില്ല. എന്നാലും അതിൻ്റെ സ്റ്റൈലിലോ ടേസ്റ്റിലോ ഒരു മാറ്റം വരുത്താതെ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് ചില സാധനങ്ങൾ ഇവിടെ കിട്ടില്ല. അപ്പോൾ അതാണ് കാക്കു സ്റ്റൈലിലേക്ക് മാറ്റുന്നത് കൊണ്ടാണ് കാക്കു സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അടുത്ത് ഇവിടെ സുരേഷേൻ്റെ കടയിൽ, മോനേൻ്റെ കടയിലൊക്കെ പോയാൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. അല്ലാണ്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് എറണാകുളത്ത് ലുലുമാളിൽ പോകാനൊന്നും പറ്റില്ല. പക്ഷേ ഈ സാധനത്തിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസം വരില്ല കേട്ടോ. അപ്പോൾ ഇന്ത്യക്കാരെ നാവിൽ വെള്ളമൂറും ഡാൾ മക്കാനിയാണ് ഇന്നത്തെ വിശേഷം. അപ്പം ഗഡികളെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വടപ്പരിപ്പ് കുറച്ചെടുത്തിട്ട് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഉഴുന്നുപരിപ്പ് കുറച്ച്, ചെറുപയർ കുറച്ച് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു കുക്കറിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഭയങ്കരമായിട്ട് ഉടയാനും പാടില്ല, എന്നാൽ അങ്ങനെ മുഴുവനായിട്ട് നിൽക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് സബോള, ഒരു അര സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. സബോള 2 പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഉപ്പ് ഇത് ഏത് സാധനം വഴറ്റുമ്പോഴും ഉപ്പ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ വെള്ളവും നീരൊക്കെ ആകുമ്പോൾ ഓയിൽ കുറവ് മതി. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത്, ശകലം ഇഞ്ചി പേസ്റ്റ് കുറച്ച് മതിട്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ഇഞ്ചി കുറവ് മതി. ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, കാശ്മീരി ചില്ലി, കുറച്ച് തക്കാളി എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗഡികളെ നമ്മൾ വടപ്പരിപ്പും ചെറുപയറും ഉഴുന്നുപരിപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ്, ചെറുപയർ, ഉഴുന്നുപരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഗഡികളെ. അപ്പോൾ ഫൈനലി കുറച്ച് കസൂരി മേത്തി, മല്ലിയില, ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗഡികളെ നമ്മൾ ഈ ഡാൾ മഖനി റെഡി ആയിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ സാധാ ചോറിലേക്ക് ഈ സാധനം ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ. അത് ആദ്യമേ പറയുന്നത്. എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇതിലേക്ക് വേണ്ടത് ചപ്പാത്തി, പൊറോട്ട, തന്തൂരി റൊട്ടിയാണ്. ഞാൻ തന്തൂരി റൊട്ടി, പൊറോട്ട കിട്ടിയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിച്ചു നോക്കിയിട്ട് പറയാം. ഞാൻ തന്തൂരി റൊട്ടി, പിന്നെ കറി ഒഴിച്ച് ഇങ്ങനെ കുഴച്ചൊന്നും തിന്നരുത്. തിന്നേണ്ട രീതി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. പൊളപ്പനല്ല, പൊളപ്പൻ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഇനി പൊറോട്ട നോക്കാം. ഒരു രക്ഷയില്ല. അങ്ങനെ പരിപ്പ് ഇന്ത്യക്കാരനെ വയ്ക്കണം. നമ്മൾ കുറെ കുത്തിക്കാച്ച് അതും ടേസ്റ്റ് ഉണ്ടോ. അപ്പോൾ ഗഡികളെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതേമാതിരി വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കു. ബായ്. പിന്നെ ആ ടിങ് ടിങ് അടിക്കാൻ മറക്കണ്ട കേട്ടോ.